ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭിണിയായിരിക്കുമ്പോൾ വജൈനൽ ഏരിയയിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഗർഭകാലത്ത് വജൈനൽ ഇച്ചിങ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഹോർമോണൽ ചേഞ്ചസ്. ഹോർമോണൽ ചേഞ്ചസ് മൂലം വജൈനൽ ഏരിയയിലെ pH ലെവലിന് വ്യത്യാസം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ബാക്ടീരിയൽ വജൈനോസിസ് എന്ന കണ്ടീഷൻ മൂലവും വജൈനൽ ഏരിയയിൽ ഇച്ചിങ് ഉണ്ടാവാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് എങ്കിലും ഈസ്റ്റ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാലും പ്രഗ്നൻസിയിൽ വജൈനൽ ഇച്ചിങ് ഉണ്ടാകാം. ഷുഗർ കൂടുതലുള്ളവരാണ് എങ്കിലും വജൈനയിൽ ഇച്ചിങ് ഉണ്ടാകാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് വൃത്തിയില്ലായ്മ. ശരിക്കും ഉണങ്ങാതെ നനവോടുകൂടി പാൻറ്റീസ് ഇടുന്നത് കൊണ്ടും പ്രഗ്നൻസിയിൽ ഇച്ചിങ് ഉണ്ടാകും. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴുകാതെ ഇരിക്കുന്നതും സെക്ഷൽ റിലേഷന് ശേഷം വൃത്തിയാക്കാതെ ഇരിക്കുമ്പോഴുമൊക്കെ വജൈനൽ ഇച്ചിങ് ഉണ്ടാകാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് മൂലവും ഇച്ചിങ് ഉണ്ടാകാം. പ്രഗ്നൻസിയിൽ വജൈനൽ ഇച്ചിങ് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വജൈനൽ ഏരിയ എപ്പോഴും വൃത്തിയാക്കി വെക്കുക എന്നതാണ്. യൂറിൻ പാസ് ചെയ്തതിന് ശേഷമൊക്കെ കഴുകി അവിടം കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. കോട്ടൻ്റെ പാൻറ്റീസൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നനവോടുകൂടി പാൻറ്റീസ് ഇടാൻ പാടില്ല. ശരിക്കും ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എല്ലാ ദിവസവും പാൻറ്റീസ് മാറാൻ ശ്രദ്ധിക്കുക. യൂറിനറി ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചൊറിച്ചിൽ ഉണ്ടാവുകയാണ് എങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ആ വെള്ളം ഉപയോഗിച്ച് വജൈനൽ ഏരിയ നന്നായി കഴുകുക. ഇത് വജൈനൽ ഇച്ചിങ് അകറ്റാൻ സഹായിക്കും. ചൊറിച്ചിൽ മാറുന്നില്ല, അസഹ്യമായ ചൊറിച്ചിലുണ്ട് എങ്കിൽ വച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.